ഇനി കുറച്ച് നേരത്തേക്ക് നമ്മുടെ പ്രേക്ഷകരിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത കുറച്ച് പേർക്ക് സ്വന്തമാണ്. ആരാണ് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത്? നമ്മുടെ സ്വന്തം നാട്ടിലെ കോമഡിക്കാർ. ഈ നാട്ടിലെ കോമഡിക്കാരുടെ പെർഫോമൻസ് കാണാനായിട്ട് നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു ആകാംക്ഷയാണല്ലേ. അപ്പൊ ആ ഒരു ആകാംക്ഷ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നല്ലൊരു കൈയടി കൊടുക്കാൻ പുതിയ ആൾക്കാരാണ് വേദിയിലേക്ക് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം റീതു, റോബിൻ ആൻഡ് അഞ്ജന ശ്രീ. വേറെ ഹലോ, ഞാൻ പഞ്ചാബിൽ ഓട്ടം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. എന്നെ ഇങ്ങനെ കിടന്ന് വിളിക്കാൻ നിൽക്കല്ലേ. ആ നേരത്തേക്ക് ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. ചിലങ്കപ്പേട്ടി, ചിലങ്കപ്പേട്ടി, പേര് മാറിപ്പോയി. സരളേ, സരളേ, വിളിത് എവിടെ പോയി കിടക്കുന്നത്? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടോടി? നിങ്ങൾക്ക് അതൊക്കെ പറയാം. എവിടൊക്കെ പോയിട്ട് വരുന്ന ആളാ എന്റെ അണ്ണൻ. അപ്പൊ എന്റെ അണ്ണനെ ആരെങ്കിലും ഒക്കെ കണ്ണു വയ്ക്കത്തില്ലയോ? അല്ലെങ്കിൽ തന്നെ എന്റെ പൊന്നു ചേച്ചി എന്റെ അടുത്തുനിന്ന് പോകുമ്പോ ചുവന്ന് തുടുന്നല്ല ആപ്പിൾ ഉണക്കിരിക്കുന്ന മനുഷ്യനാ. ഇപ്പൊ തിരിച്ചു വന്നപ്പോ നോക്ക്, പിള്ളേര് പാല് കുടിക്കുന്ന നെമ്പിള് ബോട്ടിൽ കണക്കായി. കണ്ണൊക്കെ അങ്ങ് കുഴിഞ്ഞ്, കവളൊക്കെ അങ്ങ് ഒട്ടി, മുടിയൊക്കെ പൊഴിഞ്ഞ് അങ്ങ് കോലം കേട്ട എന്റെ അണ്ണൻ. ഇങ്ങനെ ഒരു മനുഷ്യനെ നിർത്തി ബോഡി ഷെയിം ചെയ്യാവോടി? അല്ല, അണ്ണൻ ഇനി എന്നാ അടുത്ത ഓട്ടത്തിന് പോന്നേ? 2 ആഴ്ച കഴിഞ്ഞ് ആന്ധ്രയിൽ അരി എടുക്കാൻ പോകും. ആ സമയം കൊണ്ട് എന്റെ കുട്ടനെ ഞാൻ പഴയതുപോലെ ആഹാരമൊക്കെ തന്ന് ചുവന്ന് തുടുത്ത ആപ്പിള് പോലാക്കി ഇവിടെ ഇരുത്തും. സോറി സോറി അണ്ണ, സോറി. കുഴപ്പമില്ല, ആന്ധ്രയിൽ അരി എടുക്കാൻ പോകുന്നു പറഞ്ഞത് അങ്ങ് അറം പറ്റി. അണ്ണ കുഴപ്പമില്ല പോയിട്ട് എനിക്ക് ഒന്നും കൊണ്ടുവരാതെ വന്നോ? എന്റെ പൊന്നിന് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കോടി? എന്തുവാ? കാഞ്ചീപുരത്തിലെ പട്ടുസാരി. യോ, ഈ തഞ്ചാവൂർ പട്ടുസാരി എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? എങ്ങനെ ഉണ്ട്? നോക്കട്ടെ, ഒന്ന് കാണട്ടെ. വീണ വായിക്ക് വന്നോ? അല്ല, പിന്നെ ക്യൂട്ട്നെസ് കാണിച്ചതാ. ഇതിലിവിടെ ഇവിടെ നിഘണ്ടു വല്ലതും ഉണ്ടോടി? എന്തിനാണ് ഇപ്പൊ നെകണ്ടു? ഈ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ വേണ്ടി എന്റെ ഈ വാക്കുകളൊന്നും കിട്ടുന്നില്ലടി. ഈ സാരിയിൽ എന്നെ അങ്ങ് ഒതുക്കി അങ്ങ്. എന്റെ പൊന്ന്, വേറെ സൂത്രം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുവാ? കാണിക്കട്ടെ? കാണിക്കാം, അങ്ങോട്ട് കാണിക്കും. കാണിക്കട കള്ള. എവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? തരാടി. രാജസ്ഥാനിലെ കുപ്പിവള. കുപ്പിവള എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? എന്റെ പൊന്ന്, അതൊന്ന് ഇട്ടോണ്ട് വന്നേ, ഒന്ന് കാണട്ടെ ചേട്ടൻ. ഇതാരുടെ അളവിന് വാങ്ങിച്ചോണ്ട് വന്നത് ഇത്? കുപ്പിവള കീല് കീല് കീലിങ്ങാണല്ല. ഇങ്ങനെ ഉണ്ട്. കൊള്ളാം, ഇപ്പൊ തന്നെ തല്ലി പൊട്ടിക്കോ ഇത്? ചേട്ടാ, അല്ലണ്ണ നിങ്ങൾ വല്ലതും കഴിച്ചിട്ടാന്നോ വന്നേ? അല്ല, നീ എനിക്ക് വേണ്ടി എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? സത്യം പറഞ്ഞ എൻ്റെ അണ്ണൻ ഇന്ന് ഓട്ടം കഴിഞ്ഞ് വരുന്ന ദിവസമായിട്ട് നല്ല കൊടംപുളി ഇട്ട് വറ്റിച്ച മീൻകറിയും നല്ല പഴുത്ത മാങ്ങ ഇട്ട് വെച്ച മാമ്പഴ പുളിശ്ശേരിയും പാവയ്ക്ക കൊണ്ടാട്ടവും കോവയ്ക്ക തീയലും ഒക്കെ വെക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ സമയം കിട്ടുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയില്ല. നമുക്ക് പുറത്ത് പോയി കഴിച്ചാലെന്താ? പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ച് മടുത്തിട്ടാ ഞാൻ അകത്തുനിന്ന് കഴിക്കാൻ വന്നേ. അതുകൊണ്ട് അല്ല, എന്നും ഞാനല്ലേ ഉണ്ടാക്കുന്നേ. ഇന്നൊരു ദിവസം ചേഞ്ചിന് വേണ്ടി എന്റെ കുട്ടൻ എനിക്ക് ആഹാരം ഉണ്ടാക്കി തരണം. ഇന്ന് നിനക്ക് എന്റെ കൈ കൊണ്ട് ഞാൻ ആഹാരം ഉണ്ടാക്കി തന്ന് നിനക്ക് ഞാൻ മാറി തരും. ഈ മനുഷ്യൻ എന്നെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുവാ അങ്ങ്. കാലിലെ കാണാ പാദസരം ഞാനല്ലേ മാറിലെ മായ ചന്ദന കുട്ടിരിക്കല്ലേ എനിക്കല്ലേ. വാ അണ്ണ, പാചകം ചെയ്യ. അങ്ങോട്ട് വാ, അങ്ങോട്ട്. சொல்ல மாட்டேன். மச்சான பாத்தீங்களா? ஏன் மரவாழ தோப்புக்குள்ள மச்சான். ഇത് ആരാ വിട്ടുന്നത് ബഹളം വെക്കുന്നേ? കൈനാട്ടക്കാരിയല്ല അത്? இல்லக்கா, என் பேரு மைனா. உங்களுக்கு தமிழ் தெரியுமா? തമിഴിലാണെങ്കിൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പക്ഷെ മലയാളത്തിലാണെങ്കിൽ
ഏത് തെറിയായാലും ഒരു കൈ നോക്കാം. ആദ്യം നീ തുടങ്ങ്. அக்கா அது இல்ல நான் தமிழ்நாட்டுல இருந்து என் கணவனை தேடி வந்தேன். ഓ എന്റെ പൊന്നെ, കാലം പോയൊരു പോക്കേ. അല്ല, അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങ് തമിഴ്നാട് സർക്കാരും ഇഞ്ഞ് കേരള സർക്കാരും പെണ്ണുങ്ങൾക്ക് ബസ്സിനകത്ത് ഫ്രീ സർവീസ് വെച്ചേക്കോ ഇല്ലയോ? അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കണവ് വാങ്ങിക്കാൻ വരും കേരളത്തിൽ വന്നതിനകത്ത് വല്ല അതിശയം ഉണ്ടോ? அச்சச்சோ கனவை வாங்க வரல. கனவை என் புருஷன் என்னோட ஹஸ்பண்ட தேடி வந்தேன். ആ കണവനെയാന്നോ ഈ കണവാന്നൊക്കെ പറഞ്ഞത്? അപ്പൊ നീ നിന്റെ ഭർത്താവിനെ അന്വേഷിച്ച് വന്നയാ? ஆமா, നീ ഇങ്ങോട്ട് തള്ളിക്കയറി വന്നതിന്? என் புருஷன் ஒரு மலையாளி மாப்பிள்ளை. அவ என்ன திருமணம் செஞ்சுட்டு திரும்பி வரேன்னு சொல்லிட்டு. മലയാളിയാന്നോ? തിരുമ്പി വരാൻ പാടാ. அக்கா அது இல்ல, அவர் ரொம்ப நல்லவ. என் மாமா ரொம்ப நல்லவ. എന്നിട്ട് എങ്ക പോച്ച്? அங்க கேரளா முழுவதும் தேடி பார்த்தாச்சு, ஆனா அவரை கிட்டவே இல்ல. ഓ, എന്തൊരു മനുഷ്യനാടി കൊച്ചേ അവൻ. പക്ഷെ അതൊക്കെ എന്റെ ഭർത്താവ്. പുള്ളി ഇനി എവിടെ പോയെന്ന് പറഞ്ഞാലും ഒരു 5 മിനിറ്റ് കിട്ടിയാ ഓടി എന്റെ അടുത്ത് വരും. അതാ എന്റെ ഒരു ഭാഗ്യം. ராசியான அக்கா. എന്റെ പൊന്നു മക്കളെ, ആണുങ്ങൾ അങ്ങനെ ജോലിക്കും വേലയ്ക്കും ഒക്കെ പലയിടത്തും ഇറങ്ങിപ്പോ. പക്ഷെ അവരെവിടെ പോയാലും അവരുടെ ഒരു കടിഞ്ഞാൻ അത് നമ്മൾ പെണ്ണുങ്ങളുടെ കയ്യിലിരിക്കണം. അതാടി നമ്മുടെ ഒരു വിജയം. கடிஞான் என்கிட்ட இல்ல, ஆனா அவரோட ஒரு அரஞ்சானம் அது என்கிட்ட இருக்கு. இந்த அரஞ்சானம் ഞാൻ എങ്കയോ പാത്ത മാതിരി. ഞാനാണ് വിളിത്തി. അല്ല, ഇല്ല, അരഞ്ഞാണം ഞാൻ എവിടോ കണ്ടിട്ടുണ്ട്. ഇത് ആ കഴപ്പണം കെട്ടവന്റെ അരഞ്ഞാണം തന്നെ. ഓ, ഇത് എന്റെ ഭർത്താവിന്റെ അരഞ്ഞാണം. இல்லக்கா, இது என் மாமாவோடது. மாமா, വേറെ എന്തോ മാറിയല്ല, അങ്ങേരെ അരഞ്ഞാണം ഞാൻ മറക്കത്തില്ല. ഇത് അങ്ങേരുടെ അരഞ്ഞാണം തന്നെ. அக்கா இல்லக்கா, இது என் மாமாவோடது. இது மாமாவோடது. ഇത് എന്റെ ഭർത്താവിന്റെ അരഞ്ഞാണം. ഇത് ഈ കളർ പോയ അരഞ്ഞാണം ആണെങ്കിൽ ഇത് അങ്ങേരുടെ അരഞ്ഞാണം തന്നെ. இல்லக்கா, இது என் மாமாவோடது. மாமாவோடது, மாமாவோடது. സമാധാനപ്പെട് അണ്ണാ. வரட்டும் வரட்டும். എന്തുവാടി? എന്തുകൊണ്ടാ മൂടി കെട്ടി വന്നേക്കുന്നേ? ആവി പിടിച്ചാടി. അതിന് നിങ്ങൾക്ക് പനിയൊന്നും ഇല്ലല്ലേ? ഈ പുല്ലൊക്കെ എപ്പോഴാ കയറി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തോന്ന് പനിയാ? അണ്ണാ, ദാണ്ട് ഈ പെണ്ണിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. എടി, നിനക്കറിയാലോ ഞാൻ അന്യ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കത്തില്ലെന്ന്. ചോ, ഒരു നിമിഷത്തേക്കാണെങ്കിലും എന്റെ ഈ അണ്ണനെ ഞാൻ സംശയിച്ച് എനിക്കിനി ഈ നാക്ക് വേണ്ട. കണ്ടിക്ക് ഞാൻ സോറി മോളെ. പിന്നെ അണ്ണാ, ഈ പെണ്ണിന്റെ പുരുഷനെ കാണാമോ പോച്ചെന്ന്? അതിനിപ്പോ ഞാൻ എന്തോ വേണോ? உங்க புருஷனையும் காணவில்லையே. ഇവിടെ എന്റെ പുരുഷനെ കാണാൻ വന്നോ നിന്റെ പുരുഷനെ കാണാൻ വന്നോ? என் புருஷனை தான். അണ്ണാ, അരിഞ്ഞാണോ ഇങ്ങോട്ടൊന്ന് ഊര്. എന്തിനാടി ഇപ്പൊ എന്റെ അരഞ്ഞാണോ അവൾക്ക്? അണ്ണ വന്ന് ഊര്, ഇപ്പൊ വകുപ്പുണ്ടാക്കാം. ഒരമ്മ പറ്റ അളിയന്മാരെ പോലത്തെ അരഞ്ഞാണ് ഇത്. എങ്ങനെ ഒപ്പിച്ച്? ഇത് നിന്റെ പുരുഷന്റെ അരിഞ്ഞാണം, அப்படி அப்படியா அம்மா? ഇത് എന്റെ അണ്ണന്റെ അരിഞ്ഞാണം. அச்சச்சோ. അരിഞ്ഞാണം കൊണ്ടുപോകാതെ പോവാന്ന്. എടി മക്കളെ, നിന്റെ ഭർത്താവിനെ കാണാതായിട്ട് നീ എങ്ങും അന്വേഷിച്ചില്ലയോ? நான் குறே தேடி பார்த்தேன், ஆனா கிடைக்கவில்லை. കൊറേ തോടി പാത്താ കിട്ടത്തില്ല. അവന്റെ അഡ്രസ്സിൽ പോയി അന്വേഷിക്കണം. அட்ரஸ் இருக்கு, ஆனா இங்க கேட்டப்போ அப்படி ஒரு அட்ரஸே இல்லன்னு അപ്പൊ சொல்லிட்டேன். അവൻ ഭൂലോക തരികട. എന്റെ അണ്ണനെ, അതൊക്കെ എന്റെ അണ്ണൻ. എന്നെ മറന്ന് ഒരു നിമിഷം ആ മനുഷ്യന് மறுபடியும் ராசியானவ அக்கா. ഞാൻ കൊടുത്തു വെച്ചവൻ തന്നെ. എടി മക്കളെ, നീ പോയി സ്റ്റേഷനിലല്ലോ പിന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ ചെയ്തടി. ஸ்டேஷன்ல எதுவும் நான் கம்ப்ளைண்ட் கொடுக்க மாட்டேன். நான் வந்து டைரக்டா சிஎம்க்கு எங்க விஜய் எங்க அண்ணனுக்கு ചെന്ന് കേറി என்னோட அண்ணனோட பேச்சு சரா வெட்டி. ചെന്ന് കയറി കൊടുക്കട്ടെ. പിന്നെ അണ്ണന്റെ ഫോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ഇടല്ലേ. എന്തെങ്കിലും ഒരു വകുപ്പ് ഇതിനകത്ത് ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കണമല്ലേ? இருக்கு, திருமணம் செஞ்ச போட்டோ இதுல இருக்கு. என் ராசியான வாசக்கார மாமா. சிரிப்பு பாரு. அச்சச்சோ, அழகா இருக்குல்ல? என்னக்கா இப்படி பாத்துட்டு இருக்க? അയ്യോ,
ഇത് എന്റെ ഭർത്താവിന്റെ ഫോട്ടോ തന്നെ. ഇതെങ്ങനെ നിനക്ക് കിട്ടി? എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടി? പറ പറ പറ. இது என் மாமாவோட போட்டோ. உங்க அண்ணன் கிடையாது. അണ്ണാ இது என்னது இது? പിന്നെ ആവി പിടിക്കുവായിരിക്കും. പിന്നെ അല്ലാതെ എന്തുവാടി ആവി പിടിക്കാൻ അണ്ണനെ സമ്മതിക്കത്തില്ല. ആവി പിടിക്കാൻ ഞാൻ സഹായിക്കാം. அச்சச்சோ, என் மாமாவை கண்டுபிடிச்சாச்சே. மாமா. ഈ പെണ്ണിനെ നിങ്ങൾക്ക് അറിയാമോന്ന് നോക്ക്. பாரு மாமா, நான் மைனா வந்திருக்கேன். ഒറ്റമൈനെ കണ്ടു കഴിഞ്ഞാൽ അടി കൊള്ളുന്നുള്ള കാര്യം സത്യമാണ്. மாமா. നീ പറ, നിന്റെ കരുതേ കിടക്കുന്ന ഈ താലി ഇങ്ങേര് കെട്ടിയതാണോ അല്ലയോ? ஆமா ஆமா ஆமா, இது என் மாமா கட்டுற தாலி. மாமா பாரு. അന്നേരം ഈ കെട്ടിത്തൂക്കിട്ടിരി കാട്ടുന്നത് മയിൽപീലി ആയിരിക്കും അല്ലയോ? எனக்கு കണ്ടേ? ഇവള് പറയുന്ന ഇവളെ നിങ്ങൾ കല്യാണം കഴിച്ചെന്നു ഉള്ളതാണോ അല്ലയോ? ஆமா ஆமா. சொல்லு மாமா. ആ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യ. അരളേ, ആ എനിക്കൊരു അബദ്ധം പറ്റി. അവളെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അവിടെ ഇവിടെയും പോയി കെട്ടിയിട്ട് അബദ്ധം പറ്റി പോലും. ഇതാണ്ടേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ നീ എന്റെ വീട്ടിൽ ഇറങ്ങിക്കോണം. മര്യാദക്ക് ഇവിടെ പറഞ്ഞു വിട്ടോളാം, പറഞ്ഞു വിട്ടോളാം, പറഞ്ഞു വിട്ടോളാം. மாமா, எதுக்கு மாமா இனி இங்க நிக்கிறோம்? வா மாமா. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറ, ഇത്രയും സൗന്ദര്യമുള്ള എന്നെ കളഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്തിനു പോയി? നോക്ക്, ഈ ആംഗിളിൽ നോക്ക്, ഈ ആംഗിളിൽ നോക്ക്, ഈ ആംഗിളിൽ നോക്ക്, മൊത്തത്തിൽ കറങ്ങി നോക്ക്. ഇങ്ങോട്ട് വാ, എനിക്ക് എന്തിന്റെ കുറവാ? പറ പറ പറ. രക്തം കൊണ്ടെന്നെ കുത്തി കൊല്ലല്ലേ. மாமா, விடு மாமா. மாமா, ஏன் மாமா மூஞ்சி இப்படி இருக்கு? നീ ഇങ്ങോട്ട് വന്ന് കേറിയില്ലേടി, അതാ ഇങ്ങനെ ഇരിക്കുന്നേ. ഇവളെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുന്നോ ഇല്ലയോ? நான் ஒருபாடு அலைஞ்சு வந்திருக்கேன் மாமா. வா மாமா, ഞാൻ தானே എക്സ്പ്രഷൻ போகலாம். ചാവത്തേ ഉള്ളു. നാടേ മനുഷ്യ, നിങ്ങൾ അവളെ കൂടെ പോവരുത്. അവരുടെ ഒരു സവാളയും സോവാളയും. കേറ് മനുഷ്യ ഇങ്ങോട്ട്. இல்ல மாமா, வா மாமா இங்க. ചേട്ടാ ഇങ്ങോട്ട് വേണ്ട, എന്നെ ഇട്ടിട്ട് പോവാതെ. அக்கா, விடு அக்கா. இது என்னோட மாமா. യ്യോ, ഇത് എന്റെ ഭർത്താവ്. ഇങ്ങോട്ട് വാ ചേട്ടാ, ஏன் மாமா? ഇങ്ങോട്ട് വാ ചേട്ടാ, ஏன் மாமா? ഇങ്ങോട്ട് വാ ചേട്ടാ, ஏன் மாமா? ഇങ്ങോട്ട് വാ ചേട്ടാ. எடி? അവസാന നിമിഷമെങ്കിലും വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയണ. வர மாமா. നിർത്ത്. എന്തായാലും നിങ്ങളെ രണ്ടുപേരെ ഞാൻ കല്യാണം കഴിച്ചു. രണ്ട് കല്യാണം കഴിക്കുന്നത് ലോകത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല. നിങ്ങളെ രണ്ടുപേരെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെലവിന് തരാൻ എനിക്ക് കഴിയും. എന്റെ നാഷണൽ പെർമിറ്റ് ലോറിയാണ് സത്യം. അതിന്റെ വേല് ഞാൻ ആദ്യം കുത്തിക്കീറും. அப்படினா அதனோட ஸ்டியரிங் நான் சவிட்டி ஓடிக்கும். നിർത്ത്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. சொல்லு சொல்லு. നമുക്കേ ഒരു തോണിയില് ഒരുമിച്ച് ഒരേ മനസ്സോടെ തുഴഞ്ഞങ്ങ് പോയാ പോരെ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനിയും ഈ തോണിയിൽ വേറെ ആള് കേറുമെന്നർത്ഥം. മൈനേ, சொல்லக்கா. അപ്പൊ ഈ തോണി നമ്മളങ്ങ് നശിപ്പിക്കുമല്ലയോ? கண்டிப்பா. ആ കണ്ടിപ്പോ അല്ലടി മോളെ, നശിപ്പിക്കാം. നമ്മുടെ നാട്ടിലെ കോമഡിക്കാര് തകർത്തില്ലേ? അപ്പൊ പ്രേക്ഷകരെ, കാര്യക്കാരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് റീതു, അത് റോബിൻ, അപ്പുറത്ത് നിൽക്കുന്നത് അഞ്ജനശ്രീ. 3 പേർക്ക് ഒരു വലിയ കയ്യടി. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ദ ഐറ്റം വേറെ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സുസ്വാഗതം. താങ്ക് യു. അപ്പൊ ഇവിടെ നമ്മുടെ സ്കിറ്റ് ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ സ്കിറ്റ് കഴിഞ്ഞിട്ട്? എന്ത് തോന്നുന്നു? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ കമന്റ്സിലേക്ക് പോവാം. നമുക്ക് ആദ്യം അസീസിക്ക് എടുത്ത് ചോദിക്കാം. അതെ, അതാ നല്ലത്. എന്തിനാ വിവരക്കേട് പറഞ്ഞു? പോലീസ് കിറ്റാൻ റോബിൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ടുപേരും, മോളെ പേര് റീതു. റീതു, ഒന്ന് പറ, എവിടെയാണ് വീട്, എന്ത് ചെയ്യുന്നു, വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട് കൊല്ലത്താണ്. ഞാൻ മ്യൂസിക് ടീച്ചറാണ്. സെന്റ് മേരീസ് സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്. ടീച്ചർ. വീട് എവിടെയാണ്? കൊല്ലത്ത് എവിടെയാണ്? കൊല്ലത്തെ കരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്. കാരിക്കോട്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ്, 2 പിള്ളേര്, അമ്മ, അച്ഛൻ. അയ്യോ, കല്യാണം കഴിഞ്ഞല്ലേ? അന്നത്തേക്ക് ഒരു അയ്യോ. മോളെ വിളിച്ചു. ആ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. മക്കളെന്ത് ചെയ്യണം? ഒരാൾക്ക് 5 വയസ്സും ഒരാൾക്ക് 4 വയസ്സും. പഠിക്കുകയാണ് അല്ലേ? UK. മക്കളെ പേര്? അമുദ, അർമിത. ഹസ്ബൻഡ് അമൽ സിംഗറാണ്. സിംഗർ. അതാണ് രീതി. കലാവിരുദ്ധം പോണല്ലേ? വന്നപ്പോഴേ ആ ഒരു മച്ചാനെ അല്ല, അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ആ എൻട്രി തന്നെ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞേട്ടാ. താങ്ക് യു. അല്ല, സീരിയസ്ലി അടിപൊളിയായിരുന്നു. കാരണം ഒരു പാട്ടിലുപരി
അതിന്റെ ആക്ട് ചെയ്തിട്ടുള്ള വരുന്ന സാധനം ആ എൻട്രി എന്ന് പറഞ്ഞാൽ ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ റോബിൻ അടിപൊളിയായിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. റോബിൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അഞ്ജനശ്രീ എന്നാണ് പേര്. കൊല്ലം ജില്ല കൊട്ടാരക്കരയാണ് വീട്. ഒരു ടെക്സ്റ്റൈൽസിലെ സെയിൽസ് സ്റ്റാഫ് ആയിരുന്നു. വീട്ടിലെ ഹസ്ബൻഡ് 2 പിള്ളേര്, അച്ഛനമ്മ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? മേശരി പണിയാണ്. മക്കള് ഒരാൾ 7ാം ക്ലാസ്സിലും ഒരാൾ 3ാം ക്ലാസ്സിലും പഠിക്കുന്നു. മക്കളുടെ പേര്? ആരോമലും അക്ഷിതേ. അടിപൊളി, ഗംഭീര സ്കിറ്റ്, അടിപൊളി സ്കിറ്റ്, പറയാൻ വാക്കുകളില്ല. നാട്ടിലെ കോമഡിക്കാർ എന്ന സെഗ്മെന്റിൽ ഇന്ന് വരെ ഇവിടെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സ്കിറ്റ് നിങ്ങൾ ചെയ്തത്. അടിപൊളി സ്കിറ്റായിരുന്നു. നിങ്ങൾ 3 പേരും ഉഗ്ര ആർട്ടിസ്റ്റാണ് കേട്ടോ. അഞ്ജനശ്രീ ഗംഭീര ആർട്ടിസ്റ്റാണ്. ഞാൻ ഒന്നും എടുത്തു പറയുന്നില്ല, അടിപൊളിയായിട്ട് ആസ്വദിച്ച് ഓഡിയൻസ് ആയിരുന്നാലും ഇപ്പൊ അവർ വൻ ഉണർന്നു. ഇനി വൻ ഫാൻസുകളാവും, നിങ്ങൾക്ക് വൻ ഫാൻസുകളാവും. ഇനി ടീച്ചറായിട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് ദൈവത്തിന് തന്നെ അറിയാം. എന്നാലും ഓൾ ദ ബെസ്റ്റ്, അടിപൊളി, നന്നായിരിക്കട്ടെ കേട്ടോ. ചേട്ടാ റോബിൻ, റീതു, അഞ്ജന അല്ലേ, ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. ഇവിടെ നാട്ടിലെ കോമഡിക്കാർ ഒരുപാട് പേര് വന്ന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരിവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പായിട്ടും അല്ലെങ്കിൽ ഓരോരുത്തരായിട്ടും നമ്മൾ നല്ല ടീമിനെ ഇവിടെ ഗ്രൂപ്പായിട്ട് എടുക്കുന്നുണ്ട്, നല്ല ആർട്ടിസ്റ്റുകളെയും എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നാട്ടിലെ കോമഡിക്കാർ വന്നിട്ട് ഇത്രയും നല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ കോമഡിക്കാരുടെ 916 പ്രോഗ്രാമായിരുന്നു. അല്ല, സത്യമായിട്ട് തന്നെ പറഞ്ഞാണ്, ജനങ്ങൾ കാണുമ്പോഴും ഇത് തന്നെ അഭിപ്രായം പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഓരോടത്ത് പോലും തപ്പാതെ ഒരു 10-30 വർഷം സ്കിറ്റ് കളിച്ച അല്ലെങ്കിൽ മിമിക്രി കളിച്ച 3 ആർട്ടിസ്റ്റുകൾ വന്ന് പെർഫോം ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഗംഭീരമായിരുന്നു. അത് ആദ്യമേ പറയണം. എനിക്ക് തോന്നുന്നത് ഇതിന്റെ സെക്കൻഡ് പാർട്ടും കൂടി ഇറക്കാനുള്ള ഒരു പ്ലാൻ എന്തായാലും ഉണ്ടാവും. കാരണം ഇയാൾക്ക് ചിലങ്ക ബെട്ടി ഇവിടെയോ ഇനിയുണ്ട് സംഭവം. പഞ്ചാബ് ഞാൻ ഡബിൾ റോൾ ചെയ്യാം. എന്തായാലും ഗംഭീരമായിരുന്നു. ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ റീതു അല്ലേ, റീതു ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു മലയാളി തമിഴ് പറയുമ്പോൾ സിനിമയിലൊക്കെ നമുക്കത് ബൈഹാർട്ടായിട്ട് നമുക്ക് പഠിച്ചിട്ട് കാണാതെ പറയാം, ഫുൾ ഡയലോഗ്. പക്ഷെ ഒരു സ്കിറ്റിൽ ഉടനീളം തമിഴ് പറയാന്ന് വെച്ചാൽ അത് ഒരു മലയാളം പോലും ഇല്ലാതെ, മലയാളിയല്ലേ, ശരിക്കും നമ്മൾ അഭിമാനിക്കണം ശരിക്കും പറഞ്ഞാൽ. കാരണം എന്ത് ലൗഡായിട്ടാണ് കളിച്ചത്. ഭയങ്കര 3 പേരും ഒരേ റേഞ്ചിലായിരുന്നു കേട്ടാ. പിന്നെ അഞ്ജന ഒരു രക്ഷയില്ലട്ടാ. നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കുന്ന നൈറ്റി പൊക്കിയ ഒരു കുത്തി നിപ്പുണ്ടായിരുന്നു. അത് 1.5 നിപ്പായിരുന്നു കേട്ടോ. അത് ഗംഭീരം. തമിഴ് തെരിയോന്ന് നോക്കിയപ്പോ തമിഴിലെ തെരി എനിക്കറിയില്ല, മലയാളത്തിലാണെങ്കിൽ ഒരു കഴിയും നോക്കാം. റോബിൻ വന്നിട്ട് പോകുന്ന സാധനല്ലേ അതിന്റെ കൗണ്ടർ ഉണ്ടായിരുന്നു പറഞ്ഞ എന്റെ ഭർത്താവ് ഒരു 5 മിനിറ്റ് കിട്ടിയ എന്റെ അടുത്ത് ഓടി വരും. അഞ്ജന മീറ്ററിനൊത്തുള്ളൊരു താളബോധമുണ്ട്. അത് കറക്റ്റാണ്. അത് കറക്റ്റ്. ഒരു കലാകാരിക്കും അത്യാവശ്യം വേണ്ട കാര്യങ്ങളിൽ ഒരു കാര്യമാണ് അത് വളരെ കറക്റ്റാണ്. എനിക്ക് ഓരോ പോഷൻ കാണിച്ചില്ലായിരുന്നാ, ഈ സൈഡ് നോക്കൂ, ഈ സൈഡ് നോക്കൂ, 6 ഡിഗ്രി അതില്ല. അതൊക്കെ ഗംഭീര. ഏത് ആംഗിളിൽ നോക്കിയാലും അതൊക്കെ ഭയങ്കര രസമാണ് കാണാം. അത് ആ ആംഗിളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ നിപ്പാണ് അത് ഗംഭീരമായിരുന്നു. പിന്നെ റോബിനെ ഒരു രക്ഷയിലിട്ടാ, കിടലിനായിരുന്നു. കാരണം നിങ്ങളെ മുഖം 2 പ്രാവശ്യം കാണിച്ചില്ലെങ്കിലും ആ വിറവലും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. പിന്നെ അതല്ല, അതിനോടനുബന്ധിച്ചൊരു കിടിലൻ ക്ലൈമാക്സും. എന്തായാലും 3 പേരും പൊളിച്ചടിക്കട്ടാ. ഒറ്റ രാത്രി കൊണ്ടാണ് ശശാങ്കൻ ചേട്ടൻ ഞങ്ങളുടെ കൂടെ സ്കിറ്റ് സെറ്റ് ചെയ്ത്. ഫുൾ ക്രെഡിറ്റ് ശശാങ്കൻ ചേട്ടനാണ്. ശശാങ്കന്റെ ജോലി ചെയ്തു തീർത്തു. പക്ഷെ അത് നിങ്ങൾ ചെയ്യണ്ടേ? അതെ, നിങ്ങൾ നിങ്ങളുടെ ജോലിയും കറക്റ്റായിട്ട് ചെയ്തു. ഒരുപാട് സപ്പോർട്ട് ചെയ്തു ശശാങ്കൻ ചേട്ടൻ. ഒരുപാട് നന്ദിയുണ്ട്. ചേട്ടാ, അടിപൊളി. ഇനി നമുക്ക് അജയുടെ അടുത്ത് ചോദിക്കാം. ആദ്യമായിട്ട് ഈ വേദിയിലെത്തിയ നിങ്ങൾ 3 പേരും പൊളിച്ചടുക്കി കളഞ്ഞു. നിങ്ങൾ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നിങ്ങളെ 3 പേരുടെയും മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെന്തായി തീരും എന്നൊക്കെ ഉള്ളത്. ഞാൻ ഓർത്തു അഞ്ജന ഇത് മുഴുമിപ്പിക്കുവോ, ഞാൻ വിചാരിച്ച തല ഇറങ്ങി വീഴും. പക്ഷേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ആദ്യത്തെ തമാശ തൊട്ട് ഇവിടെ ഈ ഓഡിയൻസ് ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളിൽ ഒരു ഉണർവും ഒരു ഉന്മേഷവും കണ്ടു. അത് ഈ സ്കിറ്റ് ത്രൂ ഔട്ട്. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നിങ്ങൾ 3 പേരും മികച്ച കലാകാരികളും കലാകാരനുമാണെന്നുള്ളതാണ്. നാട്ടിലെ താരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെൻറ്റിൽ നമ്മൾ അവിടെ ഇവിടെയായിട്ട് വരുന്നവരെ ആദ്യമായിട്ട് വേദിയിൽ വരുമ്പോൾ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാറില്ല.
ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇത്രയും നല്ല അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഇനി ഇത് തുടരാൻ അല്ലെങ്കിൽ തുടർന്നുകൊണ്ട് പോകേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പിന്നെ റോബിനോട് പ്രത്യേകം പറയാനുള്ളത് 2 പെണ്ണുങ്ങളുടെ നിഴലിലാണ് നീ നിൽക്കുന്നത്. അതെ, ഈ കുറച്ചുകൂടി ബലത്തിൽ ഇനി വേണ്ടി വരും, കുറച്ചുകൂടി ശക്തനാവേണ്ടി. തീർച്ചയായിട്ടും ശക്തനായിട്ട് തന്നെ തിരിച്ചു വരും. ഒരു ഇച്ചിരി ദൗർബല്യമൊക്കെ നല്ലതാണ് ആ ക്യാരക്ടറിന്. പക്ഷേ നിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇത് പോരാ. സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരും. സ്ട്രോങ് ആയിട്ട് നിൽക്കണം, തിരിച്ചു പിടിക്കണം. ആ പവറിൽ നീ തിരിച്ചു വരണം കേട്ടോ. തീർച്ചയായിട്ടും ചേട്ടാ. പിന്നെ പ്രത്യേകം റീതു അഭിനന്ദനങ്ങൾ. അഞ്ജനയ്ക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു. സൂപ്പർ, നല്ല ഗംഭീര കമന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ആരോട് ചോദിക്കാം? ആ ചേട്ടൻ അടുത്ത് ചോദിക്കാം. ചേട്ടാ, ഞാനൊരു 15. 15,000. അസീസിക്ക? ഞാനൊരു 17. അപ്പൊ 32,000 രൂപയാണ് ഇപ്പോൾ ടോട്ടൽ. ഇനിതാ ബിജുക്കുട്ടൻ ചേട്ടൻ അവിടെ റിവീൽ ചെയ്യും. നമുക്ക് തിരികെ നിൽക്കാം. എവിടെയോ എക്സൈറ്റ്മെന്റ് കൊണ്ടേ അതെ അഞ്ജന, ഇത്രയും പ്രതീക്ഷ ഈ 75,000 അതായത് സിൽവർ പഞ്ച് സത്യമായിട്ട് പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെയാ പറ? ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനെ വലിയൊരു ബാക്ക്ഗ്രൗണ്ടോ കലാപരമായിട്ടുള്ള ആളൊന്നുമല്ല. നമ്മൾ ഈ പണ്ട് ഓണപരിപാടിക്കൊക്കെ സ്റ്റേജിൽ കയറി നിന്ന് വല്ല പാട്ടോ എന്തെങ്കിലും പറയും, കുപ്പി ഗ്ലാസ് ഒക്കെ കിട്ടും, അങ്ങനെയുള്ള ഒരു പരിചയമുള്ളൂ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതിലെ കൂടെ അങ്ങോട്ട് ഓരം പറ്റിയൊക്കെ ഒപ്പിക്കും അങ്ങനെ. അപ്പം അങ്ങനെയൊന്നും ഒരു പ്രതീക്ഷയില്ല. ഞാനൊരു തുണിക്കടയിൽ സാരി മടക്കിക്കൊണ്ട് വന്ന ഒരാളാണ്. അപ്പം ഒരു ഒഴുക്കിന് വന്ന് ഇതിനകത്ത് അങ്ങ് വീണ് പോയി, പിന്നെ അവിടെ കിടന്ന് കൈയും കാലിട്ട് അടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലില്ലാത്ത കാര്യങ്ങൾ. ഇപ്പം ഒരു എന്താ പറയുക, ഒരു സ്വപ്ന തുല്യമായ നിമിഷം എന്നൊക്കെ പറയാം. എനിക്ക് ഒത്തിരി ഒന്നും മലയാളം വാക്കുകൾ അറിയാൻ ദൃഢമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. പക്ഷേ ആ വെള്ളത്തില് ഒഴുക്കില് വീണ ആൾക്ക് നന്നായിട്ട് നീന്താൻ അറിയാട്ടാ. വീണ് പോയില്ലേ, ഇനിയിപ്പൊ അങ്ങ് നീന്തുക. പക്ഷെ ഇനി എനിക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും ജോലിയല്ലേ, ആരി മടക്കാൻ ഇനി വയ്യെന്നാ അവള് പറഞ്ഞേ. അഞ്ജന, വീട്ടില് ഹസ്ബൻഡും അച്ഛനും ഇതൊക്കെ സപ്പോർട്ടാണോ? കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ട്. അവരിത് കണ്ടാൽ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ? സന്തോഷമായിരിക്കും. പറഞ്ഞില്ല, ഒന്നാമത് നമ്മൾ ഭയങ്കര നാട്ടിൻപുറമായിട്ടാ. ഇപ്പോഴും ആമ്പക്കുളവും പള്ളിപ്പടർപ്പും ഇളവഴിയൊക്കെ ഉള്ള ഭയങ്കര പക്കാ ട്രഡീഷണൽ നാട്ടിൻപുറമാണ്. നമ്മളൊരു ചക്ക മുറിച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടിൽ ചേച്ചി താണ്ട് അരമുറി ചക്ക എന്ന് പറയുന്ന അങ്ങനെയുള്ളൊരു പക്ക നാട്ടിൻപുറത്തായിരിക്കും ഞാൻ. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് എറണാകുളം എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് വണ്ടർ അടിച്ചു നടക്കാത്ത സാധനം മെട്രോയെ കണ്ടപ്പോഴേ എനിക്ക് തല ഇറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെ ഒരിടത്ത് നിന്ന് വന്നൊരാൾ ഇത്രയും വലിയൊരു ഫ്ലോറിൽ നിൽക്കാന്ന് പറയുന്നതാണ് ഭയങ്കര സംഭവമായിട്ടാ, ഭയങ്കര ഒരു കാര്യം. തീർച്ചയായിട്ടും. റീതു പറയൂ. വീട്ടുകാർ, എന്റെ പപ്പയായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. പപ്പ ഇതുപോലെ കുറെ അഭിനയ ഭ്രാന്ത് മൂത്തിങ്ങനെ നടന്നതാ, പക്ഷെ ഒന്നും ആവാൻ പറ്റിയില്ല. അതുകൊണ്ട് പപ്പയ്ക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ TV കാണണം, കണ്ട് സന്തോഷിക്കണം എന്നുള്ളതാണ് പപ്പയുടെ ഒരു. പപ്പ ഇപ്പോഴും ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ മോളെ എനിക്ക് TV കാണണം, എനിക്കാവാൻ പറ്റാത്തത്. ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയാണ് പപ്പ. ശരിക്കും അതെ, പപ്പ ഒരു BP പേഷ്യന്റാ, തളർന്നൊക്കെ പോയതാ. അപ്പൊ നാക്കൊന്നും തിരിയത്തില്ല, അങ്ങനെ ഒരു വയ്യാതെ വീട്ടിലിരിക്കുക. അപ്പൊ പപ്പ ഏത് സമയവും TV മുമ്പിലാണ്, ഏത് സമയവും ഈ ചാനൽ തന്നെ കണ്ടോണ്ടിരിക്കും. പപ്പയുടെ ഒരു ബാബു. ബാബു ചേട്ടാ, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങളുടെ മകൾ, അതും നമ്മുടെ ഏറ്റവും വലിയൊരു ചാനലിൽ ഏറ്റവും നല്ല പരിപാടിയിൽ ഇതാ വന്ന് സ്കിറ്റ് കളിച്ചു, അടിച്ചതും സിൽവർ പഞ്ചാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാം. അടിപൊളി, സൂപ്പർ. റോബിൻ സംസാരിച്ചില്ല. റോബിൻ പറയൂ. ഒരുപാട് സന്തോഷമുണ്ട്. സിൽവർ അടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കയറുന്നത് വരെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു, എങ്ങനെ കളിച്ച് കയറ്റും, ഞാൻ കാരണം ഇവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളൊരു ഇതിലാണ് വിഷമിച്ചിരുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട് സിൽവർ അടിച്ചതിൽ. റോബി, സ്ഥലം എവിടെ? എന്റെ സ്ഥലം കൊട്ടാരക്കര, ചെങ്ങമനാട്. രഞ്ജിത്തണ്ട് വീടിന്റെ അടുത്ത്. എല്ലാവരും ചേട്ടാ, ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അർഷിത എന്നാണ് പേര്, ആമിക്കുട്ടി എന്നാ വിളിക്കുന്നത്. അർഷിത. അപ്പോ അർഷിത മോൾക്ക് ഞങ്ങളുടെ 3 പേരുടെയും വക ഹാപ്പി ബർത്ത്ഡേ. അടിപൊളി. അപ്പൊ നമ്മുടെ നാട്ടിലെ കോമഡിക്കാർ വന്നു, നല്ല ഐശ്വര്യപൂർണമായിട്ട് സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ് വിത്ത് 75,000 രൂപ. നിങ്ങളെ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ പ്രതീക്ഷത ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് വേണം ഇനി പോകാനായിട്ട്. നമുക്ക് വീണ്ടും കാണാം. അപ്പോഴും ഇതുപോലെ പഞ്ചടിക്കില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും കേസൊക്കെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാവരും ഓർത്തു വെച്ചോ, കാരണം ഞാൻ നിങ്ങൾ ഇനി ഒരു അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലെ അടുത്ത ഐറ്റവുമായി എത്തുന്നു നമ്മുടെ സ്വന്തം ചിത്തൻ ചേട്ടൻ, ബിനുരാജ് ചേട്ടൻ, ഒപ്പം വിനോദ് തൈക്കാട്ടുശ്ശേരി. വേറെ
ഓ ഇതൊക്കെ എന്തൊരു സാധനം ഒന്ന് ഓർക്കണത്. എന്തൊരു ഓഫീസ് എൻ്റെ ദൈവമേ. ആഹാ, ഒരു ഉത്തരവാദിത്തമില്ല. ഇവിടെ ഇരിക്കണ ഫയലെല്ലാം കൊണ്ടുപോയി അവിടെ എടുത്തു കൊണ്ടേ വെച്ചിരിക്കണ്. ഇവിടെ ഇരിക്കേണ്ടത് ഇവിടെ കൊണ്ടേ വെക്കണ്ടേ. എല്ലാ സാധനം അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ട് ഞാൻ ഒരാളുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്. എന്ത് കഷ്ടമാണ്. മനുഷ്യനാണെങ്കിൽ 100 കൂട്ടം പ്രശ്നമുണ്ട് തലയിൽ. അതിനിടക്കാണ് 100 കൂട്ടം കേസ് കെട്ടുമുണ്ട് തലയിൽ. ഓ, കേസ് കെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ ഒരു കാര്യം മറന്നുപോയേ. ഹലോ, എവിടെ ഇരിക്കണു? അയ്യോ, ഞാൻ കുറ്റിപ്പുറത്താ. കുറ്റിപ്പുറത്താ? അയ്യോ, കുറ്റിപ്പുറത്തല്ല, കുറ്റിപ്പുറത്തുള്ള കുഞ്ഞമ്മയുടെ വീട്ടില്. അതെ, ചേട്ടൻ ഇപ്പോഴെങ്കിലും എന്നെ ഓർത്തല്ലോ ഒന്ന് വിളിക്കേ. എങ്ങനെ ഓർക്കാതിരിക്കും. ഞാൻ ഈ കേസ് കെട്ടൊക്കെ എങ്ങനെ എടുത്ത് അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണല്ലോ. എന്താ? അല്ല, കേസ് കെട്ടിന്റെ പുറകെയാണ്. അപ്പൊ അതൊന്ന് വിളിച്ചു പോയെന്നേ ഉള്ളു. കണ്ണേ വയ്യ. അയ്യോ, ചെങ്കണ്ണായിരിക്കും. എന്ത്? അല്ല, കണ്ണ് വയ്യാന്ന് പറഞ്ഞ്. അതല്ല പറഞ്ഞ, കണ്ണിന് കാണാത്ത കൊണ്ട് വയ്യെന്ന് ഞാൻ പറയുന്നു. അതെ, നമുക്കൊന്ന് കാണണ്ടേ. പിന്നെന്താ? അത് വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് എന്താ സാധാരണ ഇതുപോലെ തന്നെ ഞാൻ ഓഫീസ് പൂട്ടി നേരെ ബാറിലേക്ക് പോകുന്നു. കണ്ട എന്റെ തലേ കൈവച്ച് പറഞ്ഞതാ ഇനി മദ്യപിക്കില്ലെന്ന്. എന്നിട്ട് വൈകുന്നേരം നേരെ ബാറിലേക്ക് പോവാണോ? അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെ ബാർ അസോസിയേഷനിൽ പോണ കാര്യമല്ലേ പറഞ്ഞത്. ആണോ? അതെ, ഒന്ന് കാണണം. പിന്നെന്താ, കാണാലോ. അത് നേരത്തെ വന്ന പോലെ വരരുതും. അന്ന് ഞാൻ ഒരു ദിവസം കാണണമെന്ന് പറഞ്ഞപ്പോ പച്ച സാരി ഉടുക്കാൻ പറഞ്ഞപ്പോ ചുമല സാരി ഉടുത്ത്, ചുമല സാരി ഉടുക്കാൻ പറഞ്ഞപ്പോ വെള്ള സാരി ഉടുത്ത്. അങ്ങനെ ഇനി വരരുതും. പിന്നെ എങ്ങനെ വരണം? ഇന്ന് വരുമ്പോ അതെന്താ വെള്ളത്തിൽ മുങ്ങിപ്പോയോ? അതല്ല, ബ്ലൂ എന്ന് പറഞ്ഞപ്പോ ഒരു ബ്ലൂം അഡീഷണൽ കയറി പോയതാണ്. അതെന്ത് ഇത്ര വാശി ഞാൻ ബ്ലൂ തന്നെ ഇടണോന്ന്? ഞാൻ ബ്ലൂ ഷർട്ടിട്ടുണ്ട് വരാം. അപ്പൊ ബ്ലൂ സാരിയും ബ്ലൂ പൊട്ടും എടുത്ത് ഇങ്ങോട്ട് വന്ന് നമുക്ക് കൊണ്ടോരടിക്കാം. ഓക്കെ? അതെ, ഇതെങ്ങാണ് എന്റെ ഭർത്താവ് അറിഞ്ഞാണ്ടല്ലോ, എന്താ നമ്മളെ വെള്ള പൊതപ്പിച്ച് കിടത്തും. വേണ്ട വേണ്ട, ഇഷ്ടമുള്ള ഡ്രസ് എടുത്താ മതി കേട്ടാ. ഓക്കെ ട്ടോ. ഓക്കെ ഓക്കെ ഓക്കെടാ. ഇവൾ ഈ ആഴ്ച എന്നെ ലീവ് എടുപ്പിക്കും. എന്തൊരു കഷ്ടമെന്ന് ഓർക്കണേ. ഇനി ഇവിടെ ഇന്ന് എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട്, കത്തിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാരും ഉണ്ടല്ല, എല്ലാവരും ഓർക്കും ഇത് കോടതിയാണ്. ഈ കോടതിയിൽ ഞാൻ എന്തിനാണ് തിരി കത്തിച്ചെന്ന് ആരും അങ്ങനെ കത്തിക്കാറില്ല. അന്ന് ഇത് കോടതിയല്ല, ഇതാണ് ഞങ്ങളുടെ വക്കീൽ ഓഫീസ്. സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കണത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കക്ഷികളെ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ നുണ പറഞ്ഞു പഠിപ്പിക്കും. ഇവിടെ വരുന്ന ഒരു പക്ഷി പോലും പറന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. പറന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതാണ് ഞാനും എൻ്റെ സാറും ഞങ്ങളുടെ കൂട്ടുകാരും എല്ലാവരും. ഇനി ആഹാ, ഞാൻ അവിടെ നിന്ന് ചുമക്കിയാണ്. എൻട്രി മ്യൂസിക് ഇട്ടെങ്കിലും ഇങ്ങോട്ട് കയറി വരുവുള്ളു. ഇട്ട് തരാം. തലാർക്കൊന്ന് മാറട്ടെ. എല്ലാവർക്കൊന്ന് മാറട്ടെ. ഇത് എന്നോട് ഞാൻ 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഓഫീസിന്റെ നടുക്ക് വരുമ്പോ ഈ മ്യൂസിക് എത്തി വലിക്കണമെന്ന്. താൻ കേട്ടില്ലല്ലേ? ഇത് ആദ്യമായിട്ടല്ല ഈ ഓഫീസിലേക്ക് കയറി പറഞ്ഞത്. ഈ മാർക്ക് കണ്ട, ഈ മാർക്കിന് അപ്പുറത്തേക്ക് പോലെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പുറത്ത് പോയി പദവുള്ളി ഇവിടെ വന്ന് നിന്നിട്ട് കാര്യമുണ്ടാ? വല്ലാത്തൊരു വഴക്കമായി കാര്യമായി പോയി. എന്ത് കഷ്ടമെന്ന് ഓർക്കണം. അതെ അതെ, എന്താ എന്തായത്? വക്കീലിന് ഇതുവരെ കണ്ടിട്ടില്ല. ആരാന്ന്? വക്കീലെന്ന് തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഊരിയിട്ടിട്ട് പോകുന്ന കോട്ടെടുത്തിട്ടുണ്ട്, ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യരുത്. എത്ര പറഞ്ഞാലും താൻ കേൾക്കത്തില്ലല്ലേ? പിന്നല്ലാതെ ഇത് ആരെയാണോ ഈ ഫോൺ ഇവിടെ അടിക്കുന്നത്? അയ്യോ സോറി. ആരെയത്? എടുക്കട്ടെ സാറേ. എന്താ? സിന്ധു വക്കീലാണ് വിളിക്കുന്നത്. നമ്മുടെ സിന്ധു വക്കീലാ? ഞാൻ തന്നോട് ചോദിക്കണമെന്ന് വെച്ച് ഇപ്പൊ കുറെ ദിവസമായിട്ട് സിന്ധു വക്കീല് എന്നെ വിളിക്കുന്നില്ല. എന്താണ് കാര്യം? അത് കാരണം എന്താന്ന് മനസ്സിലായില്ലേ? എന്താണ്? സാർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ സിന്ധു വക്കീൽ വിളിച്ചു. സാർ പെട്ടെന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോയപ്പോ ഞാനാണ് കോൾ അറ്റൻഡ് ചെയ്തത്. ഞാൻ പറഞ്ഞു സാറിന് ഒരുപാട് കേസ് കെട്ടുണ്ട്, അതുകൊണ്ട് സാറിന് വിളിച്ചാൽ അങ്ങനെ കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്തൊരു തോന്നിയവാസമാണോ താൻ പറഞ്ഞു കൊടുത്തത്? എന്ത് തോന്നിയവാസം? എന്റെ ദൈവമേ, ആ സിന്ധു വക്കീൽ ഇനി എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അതിന് സിന്ധു വക്കീൽ എന്തിനാ സാറിനെ കുറിച്ച് വിചാരിക്കണം? എന്നെ കുറിച്ച് വിചാരിച്ചാ പോരെ? ഒതുക്കത്തിൽ കൂടെ നമ്പറൊക്കെ ഒപ്പിച്ചെടുത്തല്ലേ? ഒരു നൈസായിട്ടുള്ള ഇന്ന് ഞാൻ കോടതിയിൽ വാദിക്കുന്ന പ്രമോദിന്റെ കേസുകൾ
ഏത് പ്രമോദ്? പ്രമാദമായ കേസ്. എന്നാ അങ്ങനെ പറയണം. എന്തൊക്കെയാണ് പറഞ്ഞേ? സാർ ഇന്ന് വാദിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഒരു തല്ല് കേസുണ്ട്, ഒരു വെട്ട് കേസുണ്ട്, ഒരു അതിർത്തി പ്രശ്നമുണ്ട്, ഒരു സ്ട്രോബെറി. എന്താണെന്ന്? സ്ട്രോബെറി റോബറി എന്നാണ് ഉദ്ദേശിച്ചത്. അത് അങ്ങനെ ആക്കിയാ? അങ്ങനെ ആക്കിയതല്ല, അത് അങ്ങനെയാണ്. പിന്നെ ഒരു സ്റ്റാച്ചിങ്, സ്നാച്ചിങ്, അതും അങ്ങനെ ആക്കിയാ? ഇനി താനായിട്ടത് അങ്ങനെ ആക്കേണ്ടത് അങ്ങനെ തന്നെ ഇരുന്നോട്ട്. ഇന്നലെ വിളിച്ച് ഒരു ഇന്നത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് പറഞ്ഞു. അർജന്റായിട്ട് ഡീമെരിയ വന്നിട്ടുണ്ട്. ദൈവമേ, അർജന്റീനയുടെ ഡീമറിയുടെ കേസൊക്കെ എനിക്കോ? തനിക്കൊക്കെ ഉള്ളതോ എന്നൊരു വിലയില്ലാത്തത്. അങ്ങ് അർജന്റീന വരെ ഞാൻ പ്രശസ്തനാ, മനസ്സിലായ? അയ്യാ, അങ്ങോട്ട് കേറി അങ്ങോട്ട് പോയാണ്. അതല്ല പറഞ്ഞ, അർജന്റായിട്ട് ഡി മറിയ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. അവരുടെ കേസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ്. അതെ, ആരെ കേസ് എന്ന് പറഞ്ഞു? ഡി മറിയ. മറിയ അത്തള പിത്തള തവളാച്ചി മറിയും വന്നു വിളക്കൂതി. താനെന്തിനാ ഊതിയത്? ആരെങ്കിലും ഒരാൾ ഊതിയാ പോരെ, ഇനി അതിന് വേണ്ടിയിട്ട് ലാഗടിക്കേണ്ട കാര്യമുണ്ട്. താൻ ഊതി ഒരു സിന്ധു വക്കീലിന്റെ നമ്പർ അടിച്ചങ്ങ് മാറ്റി. ഇതിൽ താൻ ഞാൻ കേട്ടാ ഞാൻ നോക്കോളാം. താൻ കാണിച്ച് ആ ഡി മറിയെ വിളിക്കും. വിളിക്കട്ടെ? ഈ മറിയെ വിളിക്കും. ഞാൻ വിളിക്കും. വിളിക്കണോ? സാർ അത് ജയിപ്പിക്കണം കേട്ടാ. ഓക്കെ, അംശമുണ്ടോ? വിളിക്കാം. അപ്പൊ ഒരു ഡി മറിയ കയറി വരണ. അല്ല, കല്യാണരാമന്റെ പെണ്ണുമ്പുള്ളേ വിളക്കൊഴുക്കുന്ന ഇവിടെ അല്ല. ഇവ ആരാണ്? അതെ അമ്മച്ചി, കേസിന്റെ വല്ല കാര്യമാണെങ്കിൽ ഇതേ അമ്മച്ചി അങ്ങോട്ട് ഇരുന്നേ. എനിക്ക് വേറെ ക്ലയന്റുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇതൊക്കെ എവിടുന്ന് വീട്ടിക്കൊണ്ട് വരുന്നത്? ടീം അറിയാം. ടീം മുമ്പിൽ വന്നപ്പോഴേ ഡിവോഴ്സ് ആയിരിക്കും. കഴിഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ആശയം കൈമാറുന്നത് ഈ അമ്മയെങ്ങാനും കാണുമോ? കാണത്തില്ലായിരിക്കും. കണ്ണും പിടിയൊന്നും കാണത്തില്ല. പ്രായം കുറെ ആയില്ലയോ? എന്താ തട്ടിന്റെ ബട്ടൺസ് ചെയ്ത്? ആ, തൊട്ടന്റെ ബട്ടൺസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. മുതുകണ്ട പോലെ വളർന്നവനെ ഞാൻ നാണക്കേടുണ്ട സിബിടാനാ പറഞ്ഞത്. ഇവർക്ക് കണ്ണ് കാണാം. ഇവരിവിടെ ഇരുത്തിയാ പറഞ്ഞില്ല. എന്താ കാര്യം? എന്താ എന്ത് പണിയാണ് കാണിച്ചത്? എന്ത് പണി കാണിച്ചത്? എപ്പോഴും ടീം അറിയാം. ഏത്? അതാണ് ടീമറിയ. എന്റെ ദൈവമേ, ഇച്ചിരി നേരം കൊണ്ട് ഞാൻ എവിടെല്ലാം പോയെന്നറിയാവൂ? എന്റെ സാർ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ എവിടേക്കാണ് പോയത്? ആരോട് പറയാൻ? എന്നോട് പറയാൻ. വെറുതെ ആണോ എന്റെ കേസുകളൊക്കെ തോറ്റു പോണത്? താനല്ലേ എന്റെ ഗുമസ്തൻ. ഇവിടെ ഇവരെ എന്ത് കേസായിരിക്കും? ഒന്നും മക്കളെ നോക്കാത്തത്, അല്ലെങ്കിൽ മരുമകൾ ജീത്ത വിളിച്ചത്, അല്ലെങ്കിൽ വല്ല അതിർത്തി തക്ക, ഇതൊക്കെ ആയിരിക്കും. സാർ എന്തായാലും കാര്യം ചോദിച്ച് ഞാൻ ഒരു ആളെ ഇവിടെ ഒപ്പിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കേണ്ട ഇവിടെ. എനിക്ക് വേറെ പോട്ട് വേറെ കാര്യങ്ങളുള്ളതാണ്. സാർ ജല്ലി കൈനീട്ടല്ലേ? പേരെന്താന്ന് പറഞ്ഞേ? ഡി മറിയ. അതെ, അറിയാം. പണ്ടൊക്കെ ചെല്ലുപോലെ ചെയ്യുവാന്നവർക്ക് ഇപ്പൊ പറ്റുന്നു. എന്നാലും ശ്രമിച്ചു നോക്കാൻ ചെയ്തത്. എന്റെ അടുത്ത് പറഞ്ഞു അറിയാൻ പറഞ്ഞിട്ട് എന്റെ ദൈവമേ, എണ്ണത്തോണി കിടന്ന് ഉരുളിന്റെ പ്രായത്തിൽ താണ്ട ഈ സിമന്റ് ഇറക്കി കിടന്ന് ഉരുളില്ല. പിന്നെ അറിയാൻ പറഞ്ഞിട്ട് എങ്ങനെ? അതെ, അമ്മച്ചി എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്? ഗ്യാസ് എടുക്കാൻ. ഗ്യാസ് എടുക്കാൻ ഇവിടെ അല്ല വരേണ്ടത്, അത് ഗ്യാസിന്റെ ഓഫീസിൽ പോകും. ഗ്യാസ് എടുക്കാനെന്നാണാ പറഞ്ഞത്. പിന്നെ ഗ്യാസ് എടുക്കാനെന്ന്. എടോ, കേസ് എടുക്കാൻ. അപ്പൊ അമ്മച്ചി പറഞ്ഞോ, എന്താണ് അമ്മച്ചിയുടെ കേസ്? എന്റെ മരുമക ഞാൻ വന്നാ. മരുമക ഞാൻ വന്നേ? എന്റെ മരുമക എന്നെ പൊന്നുപോലാണ് നോക്കണത്. ഭാഗ്യം ചെയ്ത അമ്മച്ചിയാ. ഇപ്പോഴത്തെ കാലത്ത് അമ്മായിമ്മമാരെ മരുമോള് പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞാണ്ടല്ലോ, പുണ്യം ചെയ്യണം. നീ പറയുന്ന പോലെ പൊന്നുപോലെ നോക്കാല്ല. എന്റെ കഴുത്തേനും കാതയിലൊക്കെ കിടക്കുന്ന പൊന്നാണ് അവള് നോക്കണ. ഞാൻ കൊടുക്കും ഞാൻ. അപ്പൊ മരുമോക്കെതിരെയാണോ കേസ് കൊടുക്കേണ്ടത്? മരുമൊക്കെ കേസൊന്നും കൊടുക്കണ്ട. അമ്മച്ചി സത്യത്തിൽ എന്തിനാണ് ഇവിടെ വന്നത്? കീടന ഏതാ കീടന വന്ന്. ആരെ? എന്നെ. എടോ, എന്താണോ ഇവിടെ ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്നത്? പീഡനമെന്നാണ് അവർ പറയുന്നത്. ഞാനും കേട്ട് താനിനി റിപ്പീറ്റ് അടിച്ച് പറഞ്ഞാറുണ്ടാ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ആരുടെ ചോദ്യം കേട്ട് ഞാൻ എന്തോ ചെയ്ത പോലെ അവിടെ ചോദിക്കും. അതെ അമ്മച്ചി, എന്നാണ് ഈ പീഡനം നടന്നത്? മെനിഞ്ഞാന്നാണോ നടന്നത്? അല്ലത് 10-50 വർഷം മുമ്പ് ഞാൻ വന്നാ. ഒരു മിനിറ്റ്, എന്തിന്റെയും കൂടെ ഈ മെനിഞ്ഞാമെന്ന് വന്നെങ്കിലേ അമ്മച്ചിക്ക് ക്ലിയർ ആവും. ടുമാറോ എന്നാണ് അവർ അതിന്റെ ഉദ്ദേശിക്കുന്നത്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് അല്ലേ? പറയൂ അമ്മച്ചി, എവിടെ വെച്ചാണ് പീഡനം നടന്നത്? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ രമേശൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, എന്റെ കൂട്ടുകാരൻ. 5ാം ക്ലാസ്സിൽ പഠിച്ച അവനെന്നെ ഒരു ചീത്ത തൊടല് തൊട്ടടാ. അല്ല, 45 വർഷം മുമ്പ് നടന്ന കേസിന് നിങ്ങൾ ഇപ്പൊ പരാതിപ്പെടേണ്ട കാര്യം എന്താണ്? അതെനിക്ക് ഇന്നലെ അല്ലേ ഞാൻ വന്നാ.
ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ? ഇന്നലെ മനസ്സിലായത്. ഇന്നലെയാണ് എങ്ങനെയാണ് മനസ്സിലായത്? എന്റെ മരുമക മരുമകൾ മരുമക കൊച്ചിനെ പിടിച്ചിട്ട് സ്കൂളിൽ നിന്ന് ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ തൊടുമ്പോ ചീത്ത തൊടല് നല്ല തൊടല് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ തൊട്ട ചീത്ത തൊടല്. ഞാൻ പറഞ്ഞ ചീത്തയായപ്പോ അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോഴാണ് ഇത് സംഭവം മനസ്സിലായത്. അതാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ശരി കൊച്ചിനെ തൊട്ടപ്പോ എനിക്ക് മനസ്സിലായി പണ്ട് രാഘവൻ ഇങ്ങനെ എന്നെ ഒരു ചീത്ത തൊടല് തൊട്ടിട്ടുണ്ട്. അപ്പൊ അവനിട്ടൊരു പണി കൊടുക്കണമല്ല. അതെ, ഈ രാഘവൻ ഇപ്പൊ എവിടെയാണ്? ആള് എന്ത് ചെയ്യുന്നു? എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് അവൻ താമസിക്കുന്ന 2 നില വീട്. എവിടെ? ഇവനൊക്കെ അവിടെ ഹോസ്പിറ്റലുണ്ടോ? ഹോസ്പിറ്റൽ മൂക്കാൻ വേണ്ട അടിച്ച് കീറി. ഞാൻ പറഞ്ഞേക്കാം. എടോ, ഓപ്പോസിറ്റ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെയാണോ? ഞാൻ വല്ല വിധനെ ലിപ്പ് നോക്കി ഒന്ന് പിടിക്കുകയാണ്. അതെ, ഇവൻ ഇപ്പൊ എന്റെ വീടിന്റെ അവിടെ താമസിക്കാനില്ല. ഇവിടെ 4 മക്കള്, 16 ചെറുമക്കള്, 6 2 നില വീട്. ഇവനൊരു ദിവസമൊക്കെ മിനിഞ്ഞാമെന്നാ മണ്ണിട്ട് കാരണം ഡോറ് തുടങ്ങിയിട്ട് ആട്ടി വരുന്നടാ എന്റെ ഞാര. എന്ത് ഇത്ര നീരുള്ളൊരു 10 പോലുണ്ട്. വിടുവാ ഞാൻ. എന്നിട്ട് കേസ് കൊടുക്കണോ എനിക്ക്? ഒരു മിനിറ്റ്, സംഭവം മനസ്സിലായോ? സംഭവം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. അതെനിക്ക് മനസ്സിലായി. എടോ, ഇത് പീഡന സംഭവം ഇയാൾക്ക് കേസിന് വരുന്ന കാര്യം അറിയാം. അയാൾ നോക്കിയപ്പോ നല്ല രീതിയിൽ ജീവിക്കുന്നു. അതിന്റെ കണ്ണുകടിയാണ്. അതെ അമ്മച്ചി, ഈ പീഡനം എന്നൊക്കെ പറയുമ്പോ നമ്മള് വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ഒക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ആ ഒരു ചിന്താഗതി നമുക്ക് വേണം. അമ്മച്ചി ഭർത്താവ് എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. മെനിഞ്ഞാന്നാണോ മരിച്ചത്? അല്ല, 10 വർഷം മുമ്പ് മെനിഞ്ഞാമെന്ന. സംഭവം ഇവരുടെ വീട്ടിൽ കലണ്ടർ ഇല്ല കേട്ടോ. എല്ലാ ഡേറ്റും മെനിഞ്ഞാന്നാ. എങ്ങനെ മരിച്ചു? പുള്ളിക്ക് മറവിയുടെ അസുഖം ഉണ്ട്. അങ്ങനെ മരിച്ചുപോയി. അല്ലെ, മറവിയുടെ അസുഖമൊക്കെ വന്ന ആള് മരിക്കും. പിന്നെ മരിക്കും. എടാ, നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അതേ വർഷം കഴിഞ്ഞാൽ ഒരു ദിവസം പറയല്ലാടാ വെൽഡിങ് ആനിവേഴ്സറി. അത് തന്നെ. ആ സമയത്ത് ഞാൻ പുപ്പാണ്ണന്റെ പറഞ്ഞ് തുപ്പണമെന്നാണ് പറഞ്ഞത്. പുപ്പാണ്ണ എന്റെ ഭർത്താവിന്റെ പേരാണ്. ഞാൻ ക്രിസ്ത്യാനിയാണേലും എന്റെ ഭർത്താവ് ഹിന്ദുവാണ്. ഞങ്ങള് ഇന്ത്യ കാസ്റ്റ് മാറിയതാണ്. ആൾക്കാർക്ക് ഡൗട്ട് പോകുന്നത് എന്താണ് അങ്ങനെ പുപ്പാന്ന് പേര് പറഞ്ഞു തന്നു. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ പുപ്പാണ്ണ എനിക്കൊരു ആഗ്രഹമാണ് ഇന്ന് കുറ്റാലത്ത് പോയി കുളിക്കണമെന്ന്. നീതി ഇത് പറഞ്ഞു കേട്ടോ. ഉപ്പാണ് എന്നെ എടുത്തോണ്ട് ഒറ്റ ഓട്ടോടെ കുറ്റാലത്തേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്നപ്പോ വെള്ളം കണ്ടപ്പോ എനിക്കൊരു വിരിവിരിപ്പ്. ഞാനെടുത്ത് ഒറ്റ ചാട്ടം. ഉപ്പാണ്ണ നോക്കി നിൽക്കുവാ. ഉപ്പാണ്ണനും കൂടെ ചാടി. എന്നിട്ട് എന്ത് ചെയ്യാനാ? ആ പുപ്പാണ്ണ ഞാൻ ഒരുക്കി പെട്ടങ്ങ് പോയി. നീന്തലറിയില്ലായിരുന്നോ? ഞാൻ പറഞ്ഞല്ല പുപ്പാണ്ണനൊരു അസുഖം ഉണ്ടെന്ന്. മറന്നു പോകുന്നു. നീന്താൻ മറന്നു പോയി പുള്ളി. എന്നിട്ട് അമ്മച്ചി എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ നോക്കിയപ്പോ ഒരു വാഗബജാജ് ഇങ്ങനെ വരുന്നു. അതിന്റെ പുറത്ത് കയറിയിട്ട് ഞാൻ കരക്കോട്ട് വന്നു. അമ്മച്ചിക്ക് കൊച്ചുമക്കൾ എത്ര പേരുണ്ട്? എത്ര കൊച്ചുമക്കളുണ്ട്? മക്കളുടെ കാര്യം പറയരുത് കേട്ടാ. എന്താ ഇങ്ങനെ ഉണ്ടോ മക്കള്? ആദ്യമൊക്കെ ഞാൻ ഒരു ദിവസം പാക്ക് പിടിച്ചോണ്ടിരുന്നപ്പോ ഈ ചെറുക്കൻ വന്ന് പുറകെ വന്ന് ഒറ്റ അടിയെന്ന് എനിക്ക്. ചെറുക്കൻ വേറെ ഒന്നും ചേട്ടാ കഥ പറഞ്ഞു കൊടുക്കാത്തതിനാണ് അടിച്ചത്. എന്റെ അമ്മച്ചി ആ കൊച്ചുമക്കൾക്കൊക്കെ ഒരു കഥ പറഞ്ഞു കൊടുക്കാന്ന് പറയാം. അതൊരു നൊസ്റ്റാൾജിയാണ്. കഥകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന മുത്തശ്ശിയുടെ പഴങ്കഥ കെട്ടുകളുമായിട്ടുള്ള കഥയിലേക്ക്. അതെ, ഞാനിവിടെ തേങ്ങയിടാൻ നിൽക്കുകയല്ല. ഓട്ട മത്സരം ഉണ്ടായിരുന്നു. ഫ്രഷ് കഥ. ഈ ഓട്ട മത്സരത്തിൽ ആരാ ജയിച്ചതെന്ന് അറിയാവാ? ഓട്ട മത്സരത്തില് ആമ ജയിച്ചു. ആമയല്ല, മുയലാണ് ജയിച്ചത്. നിങ്ങൾ ആരോടാണ് അമ്മച്ചി തർക്കിക്കുന്നത്? ഞാൻ മുയലാണ് ജയിച്ചത്. ആമയാണ് ജയിച്ചത്. മുയലാണ്. ഇത്രയും പഠിപ്പും പേരുള്ള ഒരു വക്കീലായി എന്നോട് തർക്കിക്കരുത്. ആമയാണ് ജയിച്ചത്. ഈ ആമയും മുയലും തമ്മിൽ ഓട്ട മത്സരത്തിൽ ആരാണ് ജഡ്ജി എന്ന് അറിയാവായിരുന്ന? റഫറി ആരാന്ന് അറിയാവായിരുന്ന? എടാ, തമിഴ്നാട്ടിലെ ചൊക്കലിംഗ അണ്ണാച്ചി. അപ്പൊ ഈ ആമയും മുയലും കൂടെ ഓടി വന്ന് ഫിനിഷ് ചെയ്തപ്പോഴത്തേന് അക്കരയിൽ നിന്ന് ഒരുത്തൻ ചോദിച്ചു, മുയലല്ലേ അണ്ണാച്ചി ജയിച്ചതെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞെന്താണ്? ആമാന്ന്. അങ്ങനെ തൊളിവി ജയിച്ചതാണ് ഈ ആമ. ഈ ആമ ഇപ്പൊ തലയകത്തിട്ടുണ്ട് നടക്കുന്ന എന്നാ കാര്യത്തിലാന്ന് അറിയാവാ? അറിയത്തില്ലേ? നാണക്കേടുകൊണ്ട് ഒളിവിലല്ലടാ ജയിച്ചത്. ആരെങ്കിലും അടുത്തോട്ടി എന്ന് ചോദിക്കും. കൊള്ളാം, മുയലിനെ വെട്ടിച്ചിട്ട് തമ്മ ജയിച്ചല്ലേന്ന് ചോദിക്കും. അപ്പൊ ആമ തല താഴത്തോട്ട് വലിക്കും. നാണക്കേട്. അങ്ങനെയാണ് സംഭവം ഇതുണ്ടായത്. അമ്മച്ചിയുടെ കേസിന്റെ ഡീറ്റെയിൽസ് പറയാം. അതായത് അമ്മച്ചി കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ അമ്മയുടെ കൂടെ പഠിച്ച രാഘവൻ അമ്മച്ചിയെ മോശമായി തൊട്ടു. ഇതാണ് കേസ്. പക്ഷെ ഒരു കാര്യമുണ്ട് അമ്മച്ചി, ഈ കേസ് ഇത്രയും കാലത്തിന് ശേഷം നമ്മൾ കോടതിയിൽ ചെന്നാൽ കോടതിയിൽ നിൽക്കില്ല. കോടതി നിൽക്കത്തില്ല. കസേര ഉണ്ടല്ലേ പിടിച്ചിരിക്കാൻ പറയണം. അല്ലേ പിന്നെ വേറെ ജഡായി എന്നും പറഞ്ഞ് കൊട്ടുപടിയായിട്ടിരിക്കുന്ന പുള്ളി എടുത്ത് പറയണം ഇനിയിപ്പൊ നമ്മളിത് തെളിയിക്കണമെങ്കിൽ നമ്മൾ വൈദ്യ പരിശോധനയൊക്കെ നടത്തേണ്ടി വരും ഇതിന്. അതിന്റെ ഉണ്ടല്ലോ. എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾ ചോദിക്കുവാൻ നിന്നാണ് ഇത് വൈദ്യ പരിശോധന കഴിഞ്ഞ താഴെ. ഇതെന്താ? ഷുഗർ നോർമല്, പ്രഷർ നോർമല്, യൂറിക് നോർമല്,
ടയറോട് കൂടെ നോക്കാത്ത അത് നോക്കേണ്ട സുമയുടെ മരകലിന്റെ ശൈലി ഇരിപ്പുണ്ട്, നല്ല കിണ്ണം ടയറ്. ടയറല്ല, ടയറോട് തൊണ്ടേ വരുന്നത്. തൊണ്ടയിലൊക്കെ ടയറിട്ട് ഏത് കമ്പനിയുടെ കാർ മോനെ അത്? എനിക്കറിയില്ല, പുള്ളിക്കറിയാം. അതെ, ഞാൻ അമ്മച്ചിയോട് സ്നേഹത്തോടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മച്ചി, ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും കുട്ടികളുടെ സുരക്ഷയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളെ പോലുള്ള ഒരു വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി അത് ദുരുപയോഗം ചെയ്യരുത്. എനിക്ക് കേസ് വേണം, പണം വേണം, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഈ നിയമത്തെ ബന്ധിച്ചുള്ള ഒരു കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കത്തില്ല. അതുകൊണ്ട് അമ്മച്ചി ഒരു കാര്യം ചെയ്യും, വയസ്സാം കാലത്ത് വീട്ടിൽ പോയി സന്ധ്യ നേരത്ത് കുരിശും വരച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കാം. അമ്മച്ചി പോയെ. അത് പറഞ്ഞിട്ട് കാര്യമല്ലേ, നിനക്ക് കേസ് എടുക്കാൻ പറ്റുവാന്ന് മാത്രം പറഞ്ഞാൽ എനിക്ക് ഈ കേസ് എടുക്കാൻ പറ്റത്തില്ല. കേസ് എടുത്താൽ നിനക്ക് കേസ് എടുത്താൽ എന്താടാ നിനക്ക്? അത് ഈ കേസ് എടുക്കണമെന്ന് അമ്മച്ചിക്ക് ഇത്ര വാശി എന്താ? ശരി, ഈ വയസ്സാം കാലത്ത് എന്റെ വീട്ടിൽ 10 പത്രക്കാരും 10 യൂട്യൂബ് ചാനലുകാരും എന്നെ ഒന്ന് വൈറലാക്കുന്നതെന്ന് നിനക്ക് ചൊറിയണം. എടോ, ഈ അമ്മച്ചി രണ്ടും തുനിഞ്ഞിറങ്ങിയൊക്കെയാണ്. എവിടുന്ന് കിട്ടിയടോ ഇതിനെ? ഒന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോടോ. അല്ല, മിനിഞ്ഞാമുന്നാ ഇറങ്ങി പോ. നല്ല ഒരു മെസ്സേജ് ഉള്ള ഒരു സ്കിറ്റായിരുന്നു. നമ്മൾ കമന്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചിത്തൻ ചേട്ടാ, കഴിഞ്ഞ തവണ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല, മരുന്ന് കഴിച്ച് മാറുന്നു. നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, വലിച്ചിട്ടുണ്ട് കാലിന്. അതായിരുന്നു അമ്മച്ചി അവിടെ കസേരയിട്ട് ഇരുന്നുണ്ടായിരുന്നു. ഞാനപ്പോ ഇങ്ങനെ ആലോചിച്ചു. അതല്ല, എന്നാലും വേദനയുണ്ട്, വേദനയുണ്ട് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. പെട്ടെന്ന് തന്നെ അസുഖം കംപ്ലീറ്റ്ലി ഭേദമാകട്ടെ. ബിജുക്കുട്ടൻ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? സ്കിറ്റ് കുഴപ്പമുണ്ടായിരുന്നു. നിങ്ങളുടെ അവതരണമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ വിനോദ്, നിങ്ങൾ തമ്മിലുള്ള ആ കോംബോ, ആദ്യത്തെ കോംബോ നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു പഴയ 2-3 കൗണ്ടർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പുതുമയുള്ള കുറേ കൗണ്ടറുകൾ, കാരണം ഈ ചിത്തം വരാൻ കുറേ വൈകിയിരുന്നു. അപ്പോൾ അതിക്ക് മുമ്പ് നമ്മളങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള കളിയായിരുന്നു. നല്ല റേഞ്ചിൽ കളിച്ച്. പക്ഷെ തമാശകൾ അതിനകത്ത് ഈ കുറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ചിത്തൻ്റെ ഈ പറഞ്ഞുകൊണ്ട് ആ ഗെറ്റപ്പ് കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമായി. പീഡന കേസ് ഇപ്പോഴാണുള്ള വളരെ വ്യാപകമായത്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക് ടച്ച് അല്ലെങ്കിൽ ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ സാധനം ഇപ്പോഴാണ് ഇവർക്ക് പിടികിട്ടിയാക്കണത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സാധനമാണത്. കാരണം നേരത്തെ ആരോ ഇങ്ങനെ എവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പീഡന കേസിൽ അങ്ങോട്ട് ഉൾപ്പെടുത്താൻ നേരി വന്നേക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേയും കൂടി നല്ല ഹ്യൂമറായിട്ട് പടപടയെന്ന് ചെയ്യായിരുന്നെങ്കിൽ ഇതൊരു വൺ ഹിറ്റായേനെ സംഭവം. എനിക്കൊരു ചെറിയ വലിച്ചിൽ കാര്യങ്ങൾ മറന്നു പോയിട്ടില്ല. നല്ല ഗ്രാൻഡായിട്ട് തന്നെ പഠിച്ചതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ കോമഡിയുടെ കുറവും കുറച്ച് എന്താ പറയുക ടെമ്പോ കുറവായിട്ട് പോലെ എനിക്ക് തോന്നി പേഴ്സണലായിട്ട്. നിങ്ങളുടെ ഒരു നിലവാരത്തിൻ്റെ അത്രയും വന്നിട്ടില്ല ശരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക്സ് ചേട്ടാ. ആ ചേട്ടാ, നല്ലതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിത്തൻ്റെ അമ്മച്ചിയുടെ ഗെറ്റപ്പാണ്. ചിത്തനെ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എന്താ പറയുന്നത് വല്യമ്മ അമ്മച്ചി, അത് ആദ്യമായിട്ടാണ്. അത് മനോഹരമായി, പ്രത്യേകിച്ച് ത്രൂ ഔട്ട് ആ ഒരു ഡയലോഗ് റെൻഡറിങ്ങും ആ സംഭവങ്ങളും. ഏതാണ്ട് ഇടയ്ക്ക് ഒരു സാധനം പറയുന്നുണ്ട്, ഒരു എന്താണ് മിനിഞ്ഞാന്ന എന്താ മിനിഞ്ഞാവുന്ന, ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി ആ കഥാപാത്രം നന്നായി. എനിക്ക് ആകെ തോന്നിയൊരു കുഴപ്പം ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റിൽ നമ്മൾ ഔട്ട് ഓഫ് വേ കുറേ നിങ്ങൾ സഞ്ചരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു പരാതി കൊടുക്കാൻ വന്നതാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് നല്ല വളരെ ഈ ആനുകാലിക പ്രസക്തമായ ഒരു പരാതിയാണ് നിങ്ങൾ പറയാൻ വന്നിരിക്കുന്നത്. അതിൽ കണക്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ഹ്യൂമറിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മിസ് ചെയ്തു. വേറെ കുറേ കഥകളാണ് തമാശയ്ക്ക് വേണ്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവന്നപ്പം ഇതിൽ നിന്ന് അങ്ങോട്ട് മാറി. എനിക്ക് തോന്നി എന്താണ് നമ്മളവിടെ ഒരു കൂടൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കി വെച്ചിരുന്നു. അതെന്തിനായിരുന്നു അത്? നമ്മളിത് കോടതിയാണ് തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ ആ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞിട്ട് അതിനകത്ത് നിർത്തി എന്തെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ നുണ പഠിപ്പിക്കുകയോ അല്ല എന്തെങ്കിലും, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നും വന്നില്ല. ഇതുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത കുറേ സാധനങ്ങൾ വന്നു. അതായത് ഞാൻ പറഞ്ഞ ഈ സബ്ജക്റ്റിൽ തന്നെ നിൽക്കുന്ന തരത്തിൽ കുറേ കാര്യങ്ങളാണ് കുഴപ്പമില്ല. അമ്മച്ചി വന്ന് പറയുന്നത് ഇദ്ദേഹം ബോധപൂർവ്വം ഇട്ട് കൊടുക്കുവാണ് മറ്റേ ആൾ, ആരാണ് വക്കീൽ, അമ്മച്ചിക്ക് കൗണ്ടർ പറയാൻ വേണ്ടി. അങ്ങനെയൊന്നും വക്കീൽ ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിനകത്തുനിന്ന് കുറേ തമാശകൾ കൈ വിട്ടുപോയത്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുന്ന സംഭവങ്ങളിൽ കാരണം നിങ്ങൾ 3 പേരും ചെറിയ കലാകാരന്മാരല്ല, മിടുക്കരായിട്ടുള്ള ശൂന്യതയിൽ നിന്ന് തമാശ ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രിപ്റ്റ് എടുക്കുമ്പം അതിൽ തന്നെ നിന്നിട്ട് അതിൽ തന്നെ വെച്ചിട്ട് ഹ്യൂമർ ജനറേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നിങ്ങളെ കണ്ടന്റ് അടിപൊളിയാണ്. പക്ഷേ നമ്മളെ ജഡ്ജ് പറഞ്ഞതുപോലെ അതിനകത്ത് എന്തൊക്കെയോ ഒരു പാളിച്ചകൾ പറ്റിയതുപോലെ ഫീൽ ചെയ്ത്. പിന്നെ ഒരു ടേക്ക് ഓഫ് വന്നത്
ചിത്തൻ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ബിനുരാജും ബിനുവും കൂടെ അവിടെ കിടന്ന് ചെയ്തത് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പോലൊരു ഫീൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും തോന്നി. പിന്നെ ചിത്തൻ വന്നതിന് ശേഷം ഒരു ടേക്ക് ഓഫായി, കുറച്ച് തമാശകളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ ചിത്തൻ്റെ കാലിൻ്റെ സുഖമില്ലായ്മ കാരണമാണ്. അങ്ങനെ ഇരുന്നതാണോ അതോ അങ്ങനെയാണോ നിങ്ങൾ സ്ക്രിപ്റ്റിൽ ഉണ്ടാക്കിയതാണോ? ആ ചിത്ത ഇരുന്ന് ചെയ്യുക പിന്നെ കാലിൻ്റെ ഒരു ഉണ്ട് ചെയ്താണല്ലേ അപ്പോൾ തോന്നി. പക്ഷെ എന്നിട്ടും നീ അവിടെ കിടന്ന് കാണിച്ച ആ ഡൈവിങ് ഉണ്ടല്ലോ, നിന്റെ സ്വഭാവത്തിലുള്ള ഒരു നീ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നീ നിന്റെ ശരീരവും മറക്കും, നിന്റെ അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ മനസ്സിലായില്ല ഒരു. പിന്നെ നിങ്ങൾ മൂന്നുപേരെന്ന് പറഞ്ഞാൽ നമ്മളെ ഐറ്റം വേറെ ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകളിലെ 3 പേരാണ്. നിങ്ങൾ 3 പേരും. നമുക്കിത് സംസാരിക്കാൻ തന്നെ ഭയങ്കര വിഷമമാണ് നിങ്ങളെക്കുറിച്ച്. ഒരിക്കലും പറയാനേ ദൈവമേ എങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് നമ്മൾ പറയുന്നത്. സത്യം പറഞ്ഞ് നമുക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അടുത്ത പൊളിക്കാം കേട്ടോ. മാർക്ക് എത്രയാണെന്ന് ചോദിക്കുക അല്ലേ വിജുക്കുട്ടൻ ചേട്ടാ? ഞാനൊരു 5000 രൂപ കൊടുക്കാം. 5000. പങ്കുചേട്ടനോ? ഞാനൊരു 4000. 4000. അപ്പോൾ 9000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്കറിയാം അസീസിക്ക എത്രയാണ് റിവീൽ ചെയ്യാൻ പോകുന്നത്. കൈ നിറച്ച് കൊടുക്കുന്ന ഞാനാണ്. 15,000 രൂപയാണ് ഈ ഒരു സ്കിറ്റ് നേടിയിരിക്കുന്നത്. കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിലും നമ്മുടെ കാര്യക്കാർ പറഞ്ഞതുപോലെ അടുത്ത തവണത്തെ സ്കിറ്റിൽ നല്ല നല്ല കൗണ്ടറൊക്കെ നിറച്ചിട്ട് വരിക, പഞ്ചടിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീട്ടിൽ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാരും ഒരുമിച്ച് ഒരുപാട് ചിരിച്ചു. കാര്യക്കാർ എൻജോയ് ചെയ്തില്ല ഇന്നത്തെ എപ്പിസോഡ്? നല്ല വണ്ടർഫുൾ ഓഡിയൻസ് ആയിരുന്നു. അപ്പൊ തൃശ്ശൂർ പാണാഞ്ചേരി പഞ്ചായത്തിലെ സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. ഇനിയും വരണം ഇടയ്ക്ക് നമ്മുടെ ഷോ കാണാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചിരിയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ വരാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.